പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ. നാരായണ നാരായണ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതിമലാ പൊന്നയ്യപ്പ ശരണം മേ തവ ചരണയുഗം. രാമ രാഘവ ദശരഥ നന്ദന ശരണം മേ തവ ചരണയുഗം. ചാർത്ഥേഷു വിജ്ഞസ്വരാൻ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഖ്യന്തിയിൽ സൂരയ തേജോവാരിമൃതം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാംനാ സ്വേന സദാ നിരസ്തഗുഹ്യം പരം ധീമഹി. ധർമ്മപ്രോച്ഛിതഗൈതപുത്രപരമോ നിർമ്മത്സരാണാം സദാം വേദ്യം. വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുവിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. നമ അല്ല നുമ ആണ്. ഇവിടെ എന്താണ് നുമ? അതെന്തുകൊണ്ടാണ്? വയം നുമ. മറ്റതൊക്കെ ഞാൻ നമസ്കരിക്കുന്നു, നമ്മൾ ഓരോരുത്തരുമാണ് നമസ്കരിക്കുന്നത്. ഒരുമിച്ച് ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു, ഞാൻ കൃഷ്ണനെ നമസ്കരിക്കുന്നു, ഞാൻ അയ്യപ്പസ്വാമിയെ നമസ്കരിക്കുന്നു എന്നാണെങ്കിൽ ഇവിടെ ഒന്ന് ഭാഗവതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം, മറ്റൊന്ന് യജ്ഞത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഏത് യജ്ഞത്തിൻ്റെ? സപ്താഹ യജ്ഞത്തിൻ്റെ. ഭാഗവത പുരാണം വേദവ്യാസൻ രചിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഉപദേശപ്രകാരമാണ്, അനുഗ്രഹപ്രകാരമാണ്. നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരമാണ്. നാരദ മഹർഷി എന്ന് പറഞ്ഞ ഏഷണിക്കാരനായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. പരസ്യം എങ്ങനെയാണ്? ഇഷ്ടമായ ബ്രജഭൂമിയിലെ മധുവനത്തിൽ വെച്ച് 6 മാസം തികയുന്നതിനോട് കൂടിയിട്ട് ഗുരുവായൂരപ്പനെ പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുത്തത് നാരദ മഹർഷിയാണ്. ഇനി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാരദ മഹർഷിയുടെ ശിഷ്യഗണങ്ങളെ മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല.